Dear students, today we will discuss about C programming lab for microbiology students. ഇന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ഓഡ് നമ്പേഴ്സ് ഇൻ എ റേഞ്ച്. ഓഡ് നമ്പർ കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ്. ഒരു റേഞ്ച് ഉണ്ടാവും, ഒരു ലോവർ ലിമിറ്റ് ഉണ്ടായിരിക്കും, അപ്പർ ലിമിറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ഇടയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും പിക്ക് ചെയ്തിട്ട് അതിൽ ഓഡ് നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്തേക്കുക. ഓക്കെ, അതാണ് പ്രോഗ്രാം. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തൊരു വാല്യൂ ഉണ്ടായിരിക്കും, എൻഡിങ് ആയിട്ട് വാല്യൂ ഉണ്ടായിരിക്കും. അതിന്റെ അകത്തുള്ള വാല്യൂസ് നോക്കാം. സോഴ്സ് കോഡ് നോക്കാം. കോഡ് നോക്കിയേ, ഹാഷിംഗ് കോഡ് stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഇതൊരു ഹെഡർ ഫയലാണ്, .h ഉണ്ടല്ലേ, ഹെഡർ ഫയലാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ കറണ്ടിൽ റൺ ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു സോഫ്റ്റ്വെയറിൽ, അതായത് ഈ ഒരു പ്രോഗ്രാമിൽ ഈ പ്രിന്റ് എഫ്, സ്കാൻ എഫ്, അതുപോലെ ഈ ഫോർ, ഇഫ് ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഫംഗ്ഷൻസ് ആണ്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. അതിന്റെ ലൈബ്രറി ഫംഗ്ഷൻസിൽ അത് വളരെ വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇഫ് എന്ന് പറഞ്ഞാൽ, ഏതാണ് ഫോർ എന്ന് പറഞ്ഞാൽ, സിന്റാക്സ് എന്താണ്, ഇതെല്ലാം. അപ്പൊ അതെല്ലാം നമുക്കിവിടെ നമ്മളായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല, പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പൊ അത് ഇതേക്ക് ഇൻബിൽഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെത്തേഡാണ് ഹാഷിംഗ് കോഡ് stdio.h. അതുപോലെ സ്ട്രിംഗ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്ട്രിംഗ് .h കൊടുക്കും. മാത്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്ത് .h കൊടുക്കാം. അത് ഒരുപാട് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കിവിടെ ആവശ്യമുള്ള stdio.h കൊടുത്താൽ വർക്ക് ചെയ്യാവുന്ന ഫംഗ്ഷൻസേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇന്റ് മെയിൻ. ഇന്റ് മെയിൻ കൊടുക്കാൻ കാരണം ഇൻഡിജർ ആണ്. ഒരു ഫംഗ്ഷൻ റിട്ടേൺ വാല്യൂ ആണ് ഇന്റ് എന്ന് പറഞ്ഞാൽ താഴ്ന്നുണ്ടാവും. റിട്ടേൺ 0 ഒരു ഇൻഡിജർ ആണ്. ഇൻഡിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ മെയിൻ മെത്തേഡ് മുതലാണ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡ് ഓൺവേർഡ്സ് ആണ്. അതുകൊണ്ട് മെയിൻ മസ്റ്റ് ആണ് ഒരു പ്രോഗ്രാം. മെയിൻ ഉണ്ടെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്തോളൂ. ഓക്കെ, ദെൻ ഇന്റ് ILU. ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ടാണ് ഐ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൽ. ഐ ഈസ് ഈക്വൽ ടു, ദെൻ L ലോവർ ലിമിറ്റ്, U അപ്പർ ലിമിറ്റ്. 3 ലോക്കൽ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡാറ്റ ടൈപ്പ് ഇൻഡിജർ ആണ്. ദെൻ ക്ലിയർ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ് ക്ലിയർ സ്ക്രീൻ. പ്രിന്റ് എഫ്, എൻ്റർ ദ ലോവർ ലിമിറ്റ് എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ്. അതുപോലെ എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് L എന്ന് പറഞ്ഞ ലോക്കൽ വേരിയബിളിൽ ആ ലോവർ ലിമിറ്റ് സേവ് ചെയ്തു. അതുപോലെ എൻ്റർ ദ അപ്പർ ലിമിറ്റ് സ്റ്റോർ ചെയ്യുന്നത് U എന്ന് പറഞ്ഞ ലോക്കൽ വേരിയബിൾ സ്റ്റോർ ചെയ്ത് കിട്ടും. Then next പ്രിന്റ് ചെയ്യുക the odd numbers between %d എന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്ത ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്. നമുക്കിവിടെ വാല്യൂ കൊടുക്കാം. ലോവർ ലിമിറ്റ് 13ഉം അപ്പർ ലിമിറ്റ് 27ഉം കൊടുക്കാം. ക്ലിയർ. ദെൻ ഈ L എന്നുള്ള വാല്യൂ അതുപോലെ U എന്ന വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫോർ I is equal to L. എന്ന് ഉദ്ദേശിച്ചത് 13 ആണ്. അതിയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 13, അതുപോലെ എൻഡിങ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 27 വരെ റൺ ചെയ്യാം. ദെൻ I++. ഫസ്റ്റ് വാല്യൂ എത്ര കിട്ടുക, 13 ആണല്ലോ ഫസ്റ്റ് വാല്യൂ വരുന്നത്. നമുക്ക് 13 കൊടുത്ത ഒരു ഈവൻ നമ്പർ കൊടുക്കാം, എനിത്തിങ് ഏത് നമ്പർ നമുക്ക് കൊടുക്കാം. ഇപ്പൊ 13 കൊടുത്തിട്ടില്ല, നമുക്ക് 13 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക, I mod 2 നോട്ട് ഈക്വൽ 0. ഐയുടെ വാല്യൂ 13 ആണ്. 13 mod 2 നോട്ട് ഈക്വൽ 0 ആണോ? അതെ. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്യും, പ്രിന്റ് D. I പ്രിന്റ് ചെയ്യും. I എന്താ പ്രിന്റ് ചെയ്യാം, I 13 ആണ്. 13 പ്രിന്റ് ചെയ്യും, 13 പ്രിന്റ് ചെയ്യും. ദെൻ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. I ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ 14 ആയി. 14 mod 2 നോട്ട് ഈക്വൽ 0 ആണോ? അല്ല, അല്ലെ. 14 mod 2 എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ കിട്ടുക, 0 ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വയലേറ്റ് ചെയ്തു. ഇഫിന്റെ കണ്ടീഷൻ, ബോഡി ഓഫ് ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല. അപ്പൊ അതൊന്നും പ്രിന്റ് ചെയ്യില്ല. നെക്സ്റ്റ് ഇറ്ററേഷൻ വർക്ക് ചെയ്യും, 15 വരും. 15 mod 2 നോട്ട് ഈക്വൽ 0 ആണോ? അതെ. എന്ത് പ്രിന്റ് ചെയ്യും, 15 പ്രിന്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസിൽ 16 ചെക്ക് ചെയ്യും, ഈക്വൽ ടു 0 ആണല്ലോ 16, അതുകൊണ്ട് അത് പ്രിന്റ് ചെയ്യില്ല. ദെൻ 17 പ്രിന്റ് ചെയ്യും, 19 പ്രിന്റ് ചെയ്യും, ദെൻ 21 പ്രിന്റ് ചെയ്യും, then 23, 25, ലാസ്റ്റ് 27 പ്രിന്റ് ചെയ്യും. 27 ആകുമ്പോൾ എന്താ ചെക്ക് ചെയ്യാൻ നോക്കിയാൽ, 27 ആകുമ്പോൾ 27 mod 2 നോട്ട് ഈക്വൽ ടു 0 ആണോ? അതെ. എന്താ കിട്ടുക, 1 ആ കിട്ടില്ല റിമൈൻഡർ. അപ്പൊ അത് നോട്ട് ഈക്വൽ 0 ആണ്. അപ്പൊ അതും പ്രിന്റ് ചെയ്യും. then ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, ഇപ്പൊ 28 ആയി. ഇവിടെ വരും I ഒന്ന് ഇൻക്രിമെന്റ് 28 ആയി കഴിഞ്ഞാൽ I ഇവിടെ ചെക്ക് ചെയ്യും, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു U ആണോ? U ന്റെ വാല്യൂ 27. സോ 28 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27 അല്ല, അല്ലെ, അത് വയലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ലൂപ്പിന് എക്സിറ്റ് ആവും. ഇവിടെ വരും, പ്രോഗ്രാമിന് ഔട്ട്പുട്ട് ആയിട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. വാല്യൂ നമുക്ക് ആഡ് ചെയ്യുന്ന വാല്യൂ 21 ഒരു വാല്യൂ, അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത് 38 ഉണ്ടോ, 21, 38. അതിന് ബിറ്റ്വീൻ നമ്പേഴ്സ് എല്ലാ ഓഡ് നമ്പേഴ്സും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഏത് വാല്യൂ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. 27 എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ 200, then 700 എല്ലാം ഓഡ് നമ്പേഴ്സ്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.